ഹലോ! ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കാച്ചിയ എണ്ണയ്ക്ക് പകരം ഒരു DIY ഹെയർ ഓയിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പലരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ പലർക്കും കാച്ചിയ എണ്ണയൊക്കെ ഉണ്ടാക്കാൻ സമയം തന്നെ ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ അറിയാത്തവരായിരിക്കാം. അവർക്കൊക്കെ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒരു DIY പോലെ ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് വേണ്ട കറിവേപ്പിലയാണ്. കറിവേപ്പില അറിയാമല്ലോ, നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. കൂടാതെ തന്നെ അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ബേറ്റാ കെരറ്റിനും പ്രോട്ടീനും ഒക്കെ നമ്മുടെ ഹെയർ ഫോൾ തടയുന്നതിന് ഒരു പരിധി വരെ സഹായിക്കും. കൂടാതെ തന്നെ സ്കാൽപ്പിനൊന്ന് മോയ്സ്ചറൈസർ ചെയ്യാനും നമ്മുടെ കറിവേപ്പില ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത്രയും ആണ് കറിവേപ്പില എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം കറിവേപ്പില വേണോ അത്രയും തന്നെ എടുക്കാം. ഇന്ന അളവെന്നൊന്നുമില്ല. എത്രയും കറിവേപ്പില വേണോ അത്രയും കറിവേപ്പില നമുക്ക് എടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ട ഈ നീലയമരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിനകത്തൊരു ഒരു വയലറ്റ് കളറിലുള്ള ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കും. കൂടാതെ തന്നെ ഇത് നമ്മുടെ ഹെയറിൽ അകാല നരയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വരുന്നതിന് അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഹെയർ ഡ്രൈ ആവുന്നതും ഡാൻഡ്രഫ് വരുന്നതും ഒക്കെ ഒരുപാട് തടയുന്നതിന് വേണ്ടി ഹെൽപ്ഫുള്ളാണ്. കൂടാതെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കേശവർദ്ധിനിയാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തുമൊക്കെ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിനും ഒരു വയലറ്റ് കളറിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഫ്ലവറാണ് ഇതിനും ഉള്ളത്. അപ്പോൾ കേശവർദ്ധിനി എന്ന് പറയുന്ന നമ്മുടെ മുടിയിൽ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ്. കൂടാതെ തന്നെ നമ്മുടെ മുടിയുടെ റൂട്ട്സിനൊക്കെ നല്ല സ്ട്രോങ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അത്രയും തന്നെ എടുക്കുക. പിന്നെ ഞാനൊരു 5 മുല്ലപ്പൂ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം ഞാൻ അതെല്ലാം കൂടെ ഇതുപോലെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മുറവോ എന്തെങ്കിലും ഒരു വലിയൊരു പാത്രമോ എടുത്തിട്ട് അതിനകത്ത് നിരത്തി വെച്ചിട്ട് ഒരു 5 ദിവസം വെയിലത്ത് വെച്ചിട്ട് നമുക്കിത് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ ഒരു 5 ദിവസം വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് നോക്കിയിട്ടുണ്ട്. ആ ഒരു നീലയമരിയുടെ ഇലയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ എടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പാത്രമോ കുപ്പിയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു ഉണക്കിയ ഇലയെല്ലാം അതിനകത്തോട്ട് തട്ടി വയ്ക്കാം. അപ്പോൾ എല്ലാം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഉലുവ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ജീരകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ, ആട്ടിയ എണ്ണയോ സാധാരണ കടയിൽ നിന്ന് വാങ്ങിയ എണ്ണയോ ഒഴിക്കാവുന്നതാണ്. അതിനകത്ത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 3 ദിവസത്തേക്കും കൂടി അടച്ച് സൂക്ഷിച്ച് വയ്ക്കുകയാണ്. അങ്ങനെ അടച്ച് സൂക്ഷിച്ച് വയ്ക്കുന്ന സമയത്ത് ആ ഒരു എണ്ണയിലേക്ക് ആ ഒരു ഇലയുടെ ഒക്കെ ഒരു ബെനിഫിറ്റ്, ആ ഒരു സംഭവങ്ങളൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം വെച്ചതിന് ശേഷവും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ ഇലകൾ പൊടിച്ചിട്ട് എണ്ണ ഒഴിച്ച് വെച്ചതാണ്. ഇപ്പം ഞാൻ 3 പ്രാവശ്യം അതിനകത്ത് തുടരെയായിട്ട് എണ്ണ തീരുമ്പോൾ കുറേശ്ശെ എണ്ണകൾ ഒഴിച്ച് വെച്ച് ഒരു 3 ദിവസത്തേക്ക് വെച്ചതിന് ശേഷം ഉപയോഗിച്ചതാണ്. ഇപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ്. കുറച്ച് എണ്ണയും കൂടെ അതിനകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ചെയ്തതുപോലെ ഇതും അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിപ്പം 3 ദിവസത്തിന് ശേഷം ഞാൻ എടുത്തതിന് ശേഷം ഉള്ളതാണ്.
ഉള്ളതാണ് ഈ ഒരു ഇത്. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമ്മുടെ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് പിന്നെ വയ്ക്കുകയൊന്നും വേണ്ട, അതങ്ങനെ തന്നെ കാസ്റ്റർ ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഡെയിലി യൂസസിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഹെയർ ഫോൾ ആയിട്ട് അടുത്തുള്ളിടത്തൊക്കെ പുതിയ ബേബി ഹെയർസൊക്കെ വരാൻ തുടങ്ങി. കൂടാതെ ഹെയറൊക്കെ ഇച്ചിരി ഗ്രോത്ത് ആവുന്ന പോലെ തോന്നി. പിന്നെ ഒരുപാട് അങ്ങ് മാജിക്കലായിട്ടുള്ള രീതിയിലൊന്നും ഹെയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവത്തില്ല. ഗ്രാജ്വലി അതിൻ്റെ മുടിക്കനുസരിച്ച് ഗ്രാജ്വലി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവുന്ന തരത്തിലുള്ള ഒരു ഹെയർ ഓയിലാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പച്ചവെളിച്ചെണ്ണയാണ്. പച്ചവെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് പ്രശ്നമാവുന്നവർക്കൊക്കെ ഈ തലവേദന, പനി അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ വരുന്നവർക്ക് ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങളിത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ അല്ലാത്ത പക്ഷം അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർന്നിട്ടുള്ളൊരു നല്ലൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇതാണ് ആ ഒരു എണ്ണയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ്, ഒരു കളറിലാണ് ഈ ഒരു എണ്ണ ലാസ്റ്റ് അത് ഇട്ട് വെച്ചതിനൊക്കെ ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ്. ക്യാമറയിലായതുകൊണ്ടാണ് ഇത്രയും ഒരു കളറായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് നമ്മൾ അതിനകത്തൊരു ടൈം എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ഉണക്കാൻ വെക്കുന്ന ടൈം, പിന്നെ ഒരു 3 ദിവസത്തേക്കായിട്ട് വെക്കുന്നത് ആ ഒരു ടൈം മാത്രമേ നമ്മൾ അതിനകത്ത് എടുക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം വളരെ സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.